Hi, I am Divya from Presidency the Professional Tutors. We will discuss February physics question paper. Our question paper is 4 sections questions A, B, C, D. A section is 5 questions. That is 4 answer. Every question is 1 mark. All sections are 5 questions. We skip. B section is 2 mark questions. C section is 3 mark questions. D section is 4 mark questions. So, mark weightage is answer. One mark question correct answer explanations. So, we will question. Section A first question. First question, identify the relationship in the first pair and complete the second one. Storage battery while charging chemical effect. Dash heating effect question. നമുക്കറിയാം storage battery electrical energy chemical energy ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടെ chemical effect ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ heating effect അല്ലെങ്കിൽ electrical energy heat energy ആയിട്ട് മാറുന്ന കുറേ ഡിവൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. electrical heating appliances ൽ ഹീറ്റർ പഠിച്ചിട്ടുണ്ട്, iron box പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഒന്നുകിൽ നമുക്ക് iron box എഴുതാം അല്ലെങ്കിൽ ഹീറ്റർ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകിൽ iron box അല്ലെങ്കിൽ ഹീറ്റർ. Second question, which of the following is not representing the power of an electrical circuit? Nanu question. 3 options. P is equal to I square R, P equal to VI, P equal to IR square, P equal to V square R. We know power is the energy consumed in unit time, or power P is equal to energy by time. Energy equations namakkariyam I square RT, V square T by R or VIT. Therefore, power and equations are I square R T by T allengil V square T by R by T allengil VIT by T. I square R, V square T by R or VI. This is power and equations. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻ ഉള്ളത് IR square. Third option ആണ് ആൻസർ. Which of the following is not representing എന്നാണ് ചോദിച്ചിട്ടുള്ളത്. I square R, VI അതുപോലെ V square by R മൂന്നും പവറിൻ്റെ ആൻസർ ആയതുകൊണ്ട് IR square ആണ് നമ്മുടെ ആൻസർ. Third question. For the same reflecting surface area, which of the following has maximum field of view? Concave mirror, convex mirror, plane mirror. നമ്മുടെ ആൻസർ കോൺവെക്സ് മിറർ ആണ്. ഫീൽഡ് ഓഫ് വ്യൂ ഇസ് ഹൈ ഫോർ കോൺവെക്സ് മിറർ. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓപ്ഷൻസ് ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, പ്രസ്ബയോപ്പിയ. രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം ഈ ക്വസ്റ്റ്യന്. ഒന്നുകിൽ നമുക്ക് പറയാം ഹൈപ്പർമെട്രോപ്പിയും മയോപ്പിയും സാധാരണ എല്ലാവർക്കും വരുന്ന ഡിഫക്റ്റാണ്. എന്നാൽ പ്രായമായവരിൽ വരുന്ന ഡിഫക്റ്റാണ് ഏത്, പ്രസ്ബയോപ്പിയ. അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, പ്രസ്ബയോപ്പിയ ആൻസർ ആയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് പറയാം മയോപ്പിയ ക്യൂർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്, മറ്റ് രണ്ടും കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുക. ഏതൊക്കെ, ഹൈപ്പർമെട്രോപ്പിയയ്ക്കും പ്രസ്ബയോപ്പിയയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. മയോപ്പിയ ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മയോപ്പിയ വേണമെങ്കിൽ ഓഡ് വൺ ആയിട്ട് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ ഊർജ്ജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ചാപ്റ്ററിലെയാണ്, നമുക്കറിയാം അതിൻ്റെ ആൻസർ ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അങ്ങനെ നമ്മുടെ സെക്ഷൻ എ കഴിഞ്ഞു. 5 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെക്ഷൻ ബി, 6th ക്വസ്റ്റ്യൻ, സപ്പോസ് യു ഹാവ് ടു റീപ്ലേസ് ആൻ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് അറ്റ് യുവർ ഹൗസ്. ഫോളോയിങ് ലാംപ്സ് ആർ അവൈലബിൾ. ഇൻകാൻഡസെൻറ്റ് ലാമ്പ്, CFL, LED, ഫ്ലൂറസെൻറ്റ് ലാമ്പ്. നമ്മുടെ വീട്ടിലൊരു ഇൻകാൻഡസെൻറ്റ് ലാമ്പ് മാറ്റുകയാണ്. നമുക്ക് ഇൻകാൻഡസെൻറ്റ് ലാമ്പ് തന്നിട്ടുണ്ട്, CFL തന്നിട്ടുണ്ട്, LED തന്നിട്ടുണ്ട്, ഫ്ലൂറസെൻറ്റ് ലാമ്പ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് ലാമ്പ് വുഡ് യു സെലക്ട്? ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാണ് ചോദ്യം. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം LEDക്കും മറ്റ് ലാമ്പുകളെ അപേക്ഷിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ്, മേന്മകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ LEDയുടെ അഡ്വാൻറ്റേജസ്? ലോ പവർ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ, ലോ എനർജി കൺസെപ്ഷൻ. പിന്നെയോ മെർക്കുറി ഇല്ലാത്തത് കാരണം എന്തില്ല, അന്തരീക്ഷ മലിനീകരണമില്ല. പിന്നെയോ ഹാംഫുൾ അല്ല, എൻവയോൺമെൻറ്റിന് ഹാംഫുൾ അല്ല. അതുപോലെ എനർജി ലോസും ഇല്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ആൻസർ വിച്ച് ലാമ്പ് വുഡ് യു സെലക്ട്? ഏത് ലാമ്പ് സെലക്ട് ചെയ്യുക? LED.
നെക്സ്റ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ ജസ്റ്റിഫിക്കേഷൻസ്? LED യുടെ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് എഴുതി വയ്ക്കുക. ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ, നോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, നോ ഹീറ്റ് ലോസ്. മാർക്കിനനുസരിച്ച് എത്ര പോയിന്റ് ആണെങ്കിൽ എഴുതുക. 7th question. Write any two important parts of a moving coil loudspeaker. Write the working principle of this device. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ ഏതെങ്കിലും 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മൊത്തം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. പാർട്സ് നമുക്കറിയാം, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, ഡയഫ്രം ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിലാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? When a current carrying conductor is placed in a magnetic field, it will experience a force and as a result it will move. ഇതാണ് എന്ത്? മോട്ടോർ പ്രിൻസിപ്പിൾ. വൈദ്യുതവാഹിയായ ഒരു ചാലകത്തെ ഒരു കാന്തിക മണ്ഡലത്തിൽ വച്ചാൽ അതിലൊരു ബലം അനുഭവപ്പെടും. ഇതാണ് എന്ത്? മോട്ടോർ തത്വം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറായി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് പാർട്സ് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സാണ് ചോദിച്ചിട്ടുള്ളൂ. ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം ഏതെങ്കിലും 2 എഴുതിയാൽ മതി. റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. പേര് മാത്രം എഴുതിയാൽ മതി, മോട്ടോർ പ്രിൻസിപ്പിൾ. Next question, 8th question. Energy crisis is the consequence of increasing demand but decreasing availability. Write any 4 possible steps to be taken to reduce the energy crisis as far as possible. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള 4 സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. 9 സ്റ്റെപ്പോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഊർജ്ജം യുക്തിസഹമായിട്ട് ഉപയോഗിക്കുക, ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. പിന്നെ നമുക്കറിയാം മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൺ തന്നെയാണ്. അതുകൊണ്ട് സൗരോർജ്ജം നമ്മൾ പരമാവധി ഉപയോഗിക്കുക, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി. പിന്നെ പൊതുവാഹന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, മാക്സിമം യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് പറയുന്നത് വീട് അതുപോലെ റോഡുകളൊക്കെ മോടി പിടിപ്പിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം. കൺസ്ട്രക്ഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ഹൗസ് ഇൻ എ സയൻറ്റിഫിക് മാനർ. 4 ആൻസർ എഴുതുക, 4 സ്റ്റെപ്സ് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്, ബി കോളത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ 2ാമത്തെ പാഠത്തിലും 3ാമത്തെ പാഠത്തിലും പഠിച്ചിട്ടുള്ള റൂൾസ് ആണ്. പ്രധാനമായിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചു. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. അത്രയുമാണ് ബി കോളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ള എ കോളത്തിൽ പറഞ്ഞിട്ടുള്ളത് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം when a current carrying conductor is placed in a magnetic field, it will experience a force. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നതാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഇടത് കൈയിലെ തമ്പ്, 4 ഫിംഗർ അതുപോലെ മിഡിൽ ഫിംഗർ പരസ്പരം ലംബമായിട്ട് പിടിച്ചാൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചാൽ 4 ഫിംഗർ വിൽ റെപ്രസെൻറ്റ് ദ ഫീൽഡ്, middle finger will represent the current and thumb will represent the direction of motion അല്ലെങ്കിൽ force experience in the conductor. അപ്പോൾ ബി കോളത്തിലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഏതിന് ആൻസർ ആയിട്ട് വരിക? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് ചുറ്റും എന്തുണ്ടാവും നമുക്കറിയാം? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നറിയാം. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. മാക്സ്വെല്ലിൻ്റെ വലതു കൈ പിരിനിയമം. അത് പറയുന്നത് നമ്മൾ വലത്തെ കൈയിൽ ഒരു കണ്ടക്ടറിനെ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ പിടിക്കുകയാണെങ്കിൽ തമ്പ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. തമ്പാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരിക. ബാക്കി കേൾഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. അതാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം പറയുന്നത് നമ്മൾ വലതു കൈയിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ പിടിക്കുകയാണെന്ന് വിചാരിച്ചാൽ തമ്പ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ്
കറണ്ട്. തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള കേൾഡ് ഫിംഗേഴ്സ്, ചുറ്റിയിരിക്കുന്ന വരലുകളാണ് എന്തിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ, ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. തേർഡ് വൺ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് an EMF is induced in it. അല്ലേ, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ അതിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു EMF അല്ലെങ്കിൽ ഒരു കറണ്ട് പ്രേരിതമാകുന്നുണ്ട്. ഇതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു, മാറിപ്പോരുത്. മോട്ടോർ പ്രിൻസിപ്പിൾ വരുന്ന ഭാഗത്താണ് ഏത് പറയുന്നത്? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നത്. അടുത്ത തേർഡ് ഓപ്ഷൻ എന്താ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അതെന്ത് കണ്ടുപിടിക്കാനുള്ളതാ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുന്നതാണ് എന്ത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. വലത് കൈയിലെ റൈറ്റ് ഹാൻഡ് റൂളാണ്. വലത് കൈയിലെ തമ്പ്, അതുപോലെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്നിവ പരസ്പരം ലംബമായിട്ട് പിടിച്ചാൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഫോർ ഫിംഗർ വിൽ റെപ്രസെൻറ്റ് ദ ഫീൽഡ്. ഫോർ ഫിംഗർ ഫീൽഡ്, മാറിപ്പോരുത്. അതുപോലെ തമ്പ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. തമ്പ് ഡയറക്ഷൻ ഓഫ് മോഷനും സൂചിപ്പിക്കുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള വരൽ ഏതാ? നമ്മുടെ മിഡിൽ ഫിംഗർ വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഏതിലോ ആണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. മാറിപ്പോരുത്, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് റൂളും മാറിപ്പോരുത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ തീർന്നു. നെക്സ്റ്റ് ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ 2f ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് നമുക്കറിയാം, റേ ഡയഗ്രാം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റേ ഡയഗ്രാം വരയ്ക്കാൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2f ഓഫ് എ കോൺവെക്സ് ലെൻസ്. നമുക്കറിയാം കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ ഏറ്റവും ആദ്യം നമ്മൾ ലെൻസ് വരച്ചു, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു P. സെൻറ്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം ഏറ്റവും ആദ്യം പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് പോളിൻ്റെ രണ്ട് ഭാഗത്തും ഫോക്കസ് മാർക്ക് ചെയ്തു. ഫോക്കസ്, പോള് മുതൽ ഫോക്കസ് വരെ എത്ര ദൂരമാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? 2f മാർക്ക് ചെയ്യണം. രണ്ട് ഭാഗത്തും Fഉം 2fഉം മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2f. ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെച്ചിട്ടുള്ളത്? 2fലാണ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരയ്ക്കുക? ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന റേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദ ഫോക്കസ്. ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഈ റേ, പാരലായിട്ട് പോകുന്ന റേ റിഫ്രാക്ഷന് ശേഷം ലെൻസാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഏത് ഫിനോമിന നടക്കും? റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ റിഫ്രാക്ഷന് ശേഷം അപ്പുറത്തെ സൈഡിലെ ഫോക്കസിലൂടെ പോയി ഈ റേ. ഒരു റേ മാത്രം പോരാ, രണ്ട് റിഫ്രാക്റ്റഡ് റേസ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക നമുക്കറിയാം. അപ്പം ഒന്നാമത്തെ ലൈൻ നമ്മൾ വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ റിഫ്രാക്ഷന് ശേഷം അപ്പുറത്തെ സൈഡിലെ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോയി. നെക്സ്റ്റ് പോളിൽ കൂടെ പോകുന്ന റേക്ക് എന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കില്ല. സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റേ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് റിഫ്രാക്റ്റഡ് റേസും, ഇത് ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ, ഇത് സെക്കൻഡ് റിഫ്രാക്റ്റഡ് റേ, ഈ രണ്ട് റിഫ്രാക്റ്റഡ് റേസും എവിടെയാണോ മീറ്റ് ചെയ്തത് അവിടെയാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. 2fൽ തന്നെ ഇമേജ് കിട്ടി. എവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2f. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് 2fലാണ്. ഇമേജും എവിടെ തന്നെ കിട്ടി? 2fൽ തന്നെ കിട്ടി. എന്തൊക്കെയാണ് നമ്മുടെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്? സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ് ആർക്ക്? ഇമേജിനുള്ളത്. പിന്നെയോ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. നമുക്കറിയാം ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ട് അത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? റിയൽ ആവോ വെർച്വൽ ആവോ? റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ദ image is the same size as that of the object. It is inverted and real. എവിടെ നമുക്ക് കിട്ടിയത്? 2fൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസും തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇമേജ് ഫോർമേഷൻ. കോൺവെക്സ് ലെൻസിൽ 2fൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എവിടെ ഇമേജ് കിട്ടി? 2fൽ തന്നെ ഇമേജ് കിട്ടി. നെക്സ്റ്റ് സെക്ഷൻ സി, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ.
An LED of 1 volt is connected to the 2 terminals of a toy motor. Question ശ്രദ്ധിച്ചോളൂ. The LED lights up when the armature is rotated at a high speed. ടോയ് മോട്ടോർ എന്തുമായി കണക്ട് ചെയ്തിട്ടുണ്ട്? LED യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി? LED പ്രകാശിച്ചു, ഗ്ലോ ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാവും LED പ്രകാശിച്ചിട്ടുണ്ടാവുക? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? ആർമേച്ചർ കറങ്ങി, എവിടെ ആർമേച്ചർ ഇരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ആർമേച്ചർ കറങ്ങണ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരും, മാഗ്നറ്റിക് ഫ്ലെക്സിൽ വ്യത്യാസം വരും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും നമുക്കറിയാം? ഒരു കറണ്ട് ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് നമ്മുടെ LED എന്ത് ചെയ്തത്? കത്തിയത്. ഇനി അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ 2 മെയിൻ പാർട്സ് ഓഫ് എ DC മോട്ടോർ. DC മോട്ടറിൻ്റെ മെയിൻ പാർട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, ബ്രഷ്. ഏതെങ്കിലും 2 പാർട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് അതിൽ ബി ക്വസ്റ്റ്യൻ, ഹൗ ദീസ് ഡിവൈസ് പ്രൊഡ്യൂസസ് EMF വൈൽ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ആർമേച്ചർ, എക്സ്പ്ലെയിൻ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആർമേച്ചർ കറക്കിയപ്പോൾ എന്ത് ചെയ്തു? LED ഗ്ലോ ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആർമേച്ചർ കറക്കിയപ്പോൾ LED ഗ്ലോ ചെയ്തത്? EMF ഉണ്ടായതുകൊണ്ടാണ്. എങ്ങനെ EMF ഉണ്ടായത്? ആർമേച്ചർ കറക്കിയ സമയത്ത് എന്തിൽ വ്യത്യാസം വന്നു? ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ്. കാന്തിക ഫ്ലെക്സിൽ വ്യത്യാസം വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായേ? EMF ഉണ്ടായത്. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം നമ്മൾ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 2 മെയിൻ പാർട്സ് ഓഫ് എ DC മോട്ടോർ. DC മോട്ടറിൻ്റെ മെയിൻ പാർട്സ് ഒന്നുകിൽ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, അല്ലെങ്കിൽ ആർമേച്ചർ, ബ്രഷ്, എന്താണെങ്കിലും എഴുതാം. ബി ക്വസ്റ്റ്യൻ, ഹൗ ദിസ് ഡിവൈസ് പ്രൊഡ്യൂസസ് EMF വൈൽ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ആർമേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വെൻ വി റൊട്ടേറ്റ് ദ ആർമേച്ചർ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ്. ആർമേച്ചർ കറക്കുന്ന സമയത്ത് കാന്തിക ഫ്ലെക്സിൽ വ്യതിയാനമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? EMF ഉണ്ടായത്. നമ്മുടെ LED ബൾബ് പ്രകാശിച്ചത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണ മുഖേന. അങ്ങനെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, എക്സ്പ്ലനേഷൻസ് അല്ല, പോയിന്റ്സ് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്സ് വിച്ച് റെപ്രസെൻറ്റ് ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് സൂചിപ്പിക്കുന്ന ഗ്രാഫുകൾ ഏതാണെന്ന്. എന്താ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഡയറക്ഷനും വ്യത്യാസം വരാൻ പാടില്ല, മാഗ്നിറ്റ്യൂഡും വ്യത്യാസം വരാൻ പാടില്ല അല്ലേ? ചിലപ്പോൾ എന്തിൽ വ്യത്യാസം വരാം? മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരാം. അതും എന്തുതന്നെയാണ്? DC കറണ്ട് തന്നെയാണ്. എപ്പോഴും ഡയറക്ഷൻ വ്യത്യാസമുള്ള കറണ്ട് കിട്ടുക? DC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എന്ത് വ്യത്യാസം വരില്ല? ഡയറക്ഷൻ വ്യത്യാസം വരില്ല. DC അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട്, നേർധാരാ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ദിശയ്ക്ക് ഒരിക്കലും മാറ്റം വരില്ല, ഡയറക്ഷൻ ഒരിക്കലും മാറ്റം വരില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫുകൾ നോക്കൂ. ഗ്രാഫ് 1, 2, 3. ഫസ്റ്റ് ഗ്രാഫിൽ ഡയറക്ഷൻ മാറുന്നുണ്ട്, എന്തും മാറുന്നുണ്ട്? വാല്യൂ മാറുന്നുണ്ട്. ഇത് ഏതിൻ്റെ ഗ്രാഫായിരിക്കും? AC അല്ലെങ്കിൽ പ്രത്യാവർത്തി ധാരാവൈദ്യുതി, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഗ്രാഫാണ് ഗ്രാഫ് 1. കാരണം എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്? ദിശ മാറുന്നുണ്ട്, അതുപോലെ മാഗ്നിറ്റ്യൂഡ്, വില തുടർച്ചയായിട്ട് മാറുന്നുണ്ട്. വിലയും ദിശയും മാറുന്ന വൈദ്യുതിയാണ് AC അല്ലെ? AC എവിടെ നിന്ന് നമുക്ക് കിട്ടുക? AC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് ഏതാ? ഇതുപോലത്തെ വൈദ്യുതി ആയിരിക്കും. നെക്സ്റ്റ് ഈ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫിൽ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷനും മാറുന്നില്ല. ഡയറക്ഷൻ മാറുന്ന എങ്ങനെ മനസ്സിലായേ? പോസിറ്റീവിൽ നമുക്ക് വാല്യൂ ഉണ്ട്, നെഗറ്റീവിലും വാല്യൂ ഉണ്ട്. ഇവിടെ എവിടേക്ക് പോകണില്ല? നെഗറ്റീവിലേക്ക് പോകണില്ല. നമ്മുടെ ഗ്രാഫിലെ വാല്യൂ എവിടെ മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്കുള്ളൂ. ഡയറക്ഷൻ മാറുന്നില്ല. മാഗ്നിറ്റ്യൂഡ് നോക്കൂ, എല്ലായ്പ്പോഴും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ എന്തിൽ വ്യത്യാസമില്ല? മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമില്ല, ഡയറക്ഷനിൽ വ്യത്യാസമില്ല. അപ്പോൾ ഈ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫായിരിക്കും? DCയുടെ ഗ്രാഫായിരിക്കും. ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ നേർധാരാ വൈദ്യുതിയുടെ ഗ്രാഫായിരിക്കും. ഇനി ഗ്രാഫ് 3 നോക്കൂ. ഇതിൽ എന്ത് വ്യത്യാസമുണ്ട്? മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അതായത് വില കൂടി മാക്സിമം ആവുന്നുണ്ട്, കുറഞ്ഞിട്ട് വീണ്ടും എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. അപ്പോൾ എന്തിൽ വ്യത്യാസം വന്നു? ഡയറക്ഷനിൽ വ്യത്യാസം വന്നിട്ടില്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡിൽ വിലയിൽ വ്യത്യാസം വന്നു. ഇതും എന്തുതന്നെയാണ്? DCയുടെ ഗ്രാഫ് തന്നെയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്ന DC ആണ്? DC ജനറേറ്റർ നമുക്ക് കിട്ടുക ഇതുപോലത്തെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇത് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ബാറ്ററി, സെല്ല്, അതിനൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ DC ആയിരിക്കും. എങ്ങനത്തെ? ഡയറക്ഷൻ മാറില്ല, എന്തും മാറില്ല, മാഗ്നിറ്റ്യൂഡ് മാറില്ല, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് വിച്ച് റെപ്രസെൻറ്റ് ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാ? ഗ്രാഫ് 2ഉം ഗ്രാഫ് 3യും. ഇത് എവിടെ നിന്ന് കിട്ടുന്ന DC ആണ്? ബാറ്ററി, സെൽ. ഇതോ DC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. ഇത് ഏതിൻ്റെ ഗ്രാഫ്? ACയുടെ ഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാൻ തോന്നും, കാര്യമായിട്ടൊന്നുമില്ല. ഈ ഗ്രാഫ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ. കമ്പയർ ദ നേച്ചർ ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ദ ഡയറക്റ്റ് കറണ്ട് റെപ്രസെൻറ്റഡ് ബൈ ദ ഗ്രാഫ്സ്. അതായത് നേർധാരാ വൈദ്യുതിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫിലെ വിദ്യുത് ചാലക ബലത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. നമ്മൾ ഈ പറഞ്ഞ കാര്യം എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്താ എഴുതണ്ടേ? രണ്ടാമത്തെ ഗ്രാഫിൽ
ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇ എം എഫും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ സമയത്തിനനുസരിച്ച് ഇ എം എഫിൻ്റെ വിലയിൽ മാറ്റമില്ല രണ്ടാമത്തെ ഗ്രാഫിൽ. മൂന്നാമത്തെ ഗ്രാഫിലോ സമയത്തിനനുസരിച്ച് ഇ എം എഫിൻ്റെ വിലയിൽ തുടർച്ചയായിട്ട് മാറ്റമുണ്ട്. എന്നാൽ എന്തിൽ വ്യത്യാസമില്ല? ദിശയിൽ വ്യത്യാസമില്ല. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എഴുതാൻ മാത്രമേ ഉള്ളൂ. എളുപ്പമുള്ള ഒരു ചോദ്യമാണിത്. ഗ്രാഫുകൾ തെറ്റിക്കരുത്, ശ്രദ്ധിക്കണം. ഇത് എ സിയുടെ ഗ്രാഫ്, ഇത് രണ്ടും ഡി സിയുടെ ഗ്രാഫ്. 13th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ തന്നിട്ടുണ്ട്. വാല്യൂസ് നമ്മൾ എഴുതണം. തന്നിരിക്കുന്ന 30 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വാല്യൂസ് ഓഫ് യു ആൻഡ് എഫ് ബൈ യൂസിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഫിഗർ ഉപയോഗിച്ച്, ചിത്രം ഉപയോഗിച്ച് നമ്മൾ എന്തിൻ്റെയൊക്കെ വാല്യൂ എഴുതണം? യുടെയും എഫിൻ്റെയും വാല്യൂ എഴുതണം. എന്താ യു ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? യു ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എന്താ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള അകലമാണ് എന്ത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യു. ഇതാണ് പി ആണ് നമ്മുടെ സെൻറ്റർ, ഒ ബി ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം പി ടു ഒ ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ പി മുതൽ ഒ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരെ മാർക്ക് ചെയ്തിട്ടുള്ളത്? 45 സെൻറ്റിമീറ്റർ. ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അവർ പ്രത്യേകിച്ച് പറഞ്ഞത് കാരണം നമ്മൾ എന്ത് എഴുതിയാൽ പോരാ? വെറും 45 എഴുതിയാൽ പോരാ. എന്താ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ? ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ആ മെഷർമെൻറ്റ് എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും പോസിറ്റീവും, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടുള്ള എല്ലാ മെഷർമെൻറ്റും നെഗറ്റീവുമായിരിക്കും. നമുക്കറിയാം എന്താ പ്രിൻസിപ്പൽ ആക്സിസ്? പോളിലൂടെ അല്ലെങ്കിൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയുണ്ട്. എല്ലാ മെഷർമെൻറ്റും നമ്മൾ എവിടെ നിന്ന് എടുക്കുക? പോളിൽ നിന്നാണ് എടുക്കുക അല്ലേ? ഗ്രാഫിലെ ഒറിജിൻ ഏതാണോ അതേപോലെ നമ്മളിവിടെ എടുക്കുന്നതാണ് എന്ത്? പോൾ അല്ലെങ്കിൽ സെൻറ്റർ. ഓൾ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലെൻസ്. മിറർ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നോക്കൂ, പോള് മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള അകലം തന്നിരിക്കുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ സൈൻ കൂടി കൊടുക്കുമ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ -45 സെൻറ്റിമീറ്റർ അല്ലേ? പ്രോബ്ലംസ് ആണ്, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സൈൻ കറക്റ്റ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർമെൻ്റ് ആയത് കാരണം -45 അല്ലേ? നെക്സ്റ്റ് എന്ത് തന്നിട്ടുണ്ട്? 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്താ 30 സെൻറ്റിമീറ്റർ വന്നിട്ടുള്ളത്? പി മുതൽ എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വട്ട് ഈസ് എഫ്? എഫ് ഈസ് ദ ഫോക്കസ് അല്ലേ? പോൾ മുതൽ സെൻറ്റർ മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ എഫ്. സ്മോൾ എഫ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അപ്പോൾ സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ അല്ലേ? സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ എന്ത് 30 എടുക്കണം? പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ മെഷർമെൻറ്റ് വന്നത്. അപ്പോൾ -30 അല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർന്നു. റൈറ്റ് ദ വാല്യൂസ് ഓഫ് യു ആൻഡ് എഫ് ബൈ യൂസിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. യു ഈക്വൽ ടു -45 സെൻറ്റിമീറ്റർ, എഫ് ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ്. ഇമേജിലേക്കുള്ള അകലം എവിടുന്ന്? ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ആണ്, പോളിൽ നിന്നാണ് മെഷർ ചെയ്യുക. റൈറ്റ് സൈഡിലായിരിക്കും. എവിടെ കിട്ടുക നമുക്ക് നോക്കാം. പോസിറ്റീവാണോ നെഗറ്റീവാണോ വരിക നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് പറയാം. കോൺകേവ് ലെൻസ് ആണ് അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വി. വി ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെൻസ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു അറിയാം, എഫ് അറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ലെൻസ് ഫോർമുല? Lens formula is given by 1/f is equal to 1/v minus 1/u. 1/v plus 1/u നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിറർ ഇക്വേഷൻ ആണ്, തെറ്റിക്കരുത്. ഇവിടെ ലെൻസ് ആണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? ലെൻസ് ഫോർമുല 1/v minus 1/u. ഇതിൽ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ വി ഉള്ള ടേമിനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് വിയുടെ കൂടെ ആരുണ്ട് ഇവിടെ? -1/u. ആ -1/u ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരണം, ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. അപ്പം ഞാൻ 1/u ഏതാണോ കണ്ടുപിടിക്കേണ്ടത് 1/uനെ ഇവിടെ നിർത്തിയിട്ട് ഈ -1/uനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ? ഈക്വൽ ടുവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസ് ഉള്ളത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ആരുണ്ട് ലെഫ്റ്റ് സൈഡിൽ? ഓൾറെഡി 1/f. 1/f ഈ -1/2 ഇങ്ങോട്ട് വരുമ്പോൾ +1/2 ഈക്വൽ ടു 1/f ഓർ 1/v equal to 1/f plus 1/u. 1/v equal to 1/f plus 1/u അല്ലേ? ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1/v equal to
u into 1 plus f into 1 by f into v. എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം? ഈ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ ന്യൂമറേറ്റർ ഇടയിലുള്ള ചിഹ്നം ഏതാണോ അതേ സൈൻ അതുപോലെ തന്നെ നിർത്തുക. ഈ എഫ് ഇൻറ്റു 1 ബൈ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വന്നു ഇക്വേഷൻ? യു ഇൻറ്റു 1 പ്ലസ് എഫ് ഇൻറ്റു 1 ബൈ എഫ് ഇൻറ്റു യു. യു പ്ലസ് എഫ് ബൈ യു എഫ്. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? 1 ബൈ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 1 ബൈ വി ഈക്വൽ ടു u plus f by uf or 1 by v ആണ് ഇത്. ഇതിൻ്റെ v നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക 1 by vയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കുക? റെസിപ്രോക്കൽ എടുക്കുക, വിൽക്രമം എടുക്കുക. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ v ഈക്വൽ ടു uf ബൈ u പ്ലസ് എഫ്. വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കിയത്, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കിയത്, അംശവും ഛേദവും പരസ്പരം മാറ്റിയത് തിരിച്ചെഴുതുക അല്ലേ? v ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു എഫ് ബൈ യു പ്ലസ് എഫ്. therefore v is equal to യുടെ വാല്യൂ -45 ഇൻറ്റു എഫിൻ്റെ വാല്യൂ -30 ബൈ യു പ്ലസ് എഫ്. യുടെ വാല്യൂ -45 പ്ലസ് -30. ന്യൂമറേറ്ററിൽ -45 -30 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് നമുക്കറിയാം പ്ലസ്. 45 ഇൻറ്റു 30 അതുപോലെ നമുക്ക് എഴുതാം. വെട്ടിച്ചെറുതാക്കുകയാണ് നല്ലത്. വലിയ സംഖ്യകളാകുമ്പോൾ ഗുണിക്കാൻ നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. -45 പ്ലസ് -30 ഡിനോമിനേറ്ററിൽ ഏതാ? പ്ലസ് ആണ്, അഡീഷൻ ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ രണ്ടാൾക്കും എന്താ? സെയിം സൈൻ ആണ്, നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ നമ്മൾ അവരെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. സിംപ്ലി ആഡ് ചെയ്യാം. 45 പ്ലസ് 30 75 -75. മുകളിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, താഴെ വരിക നെഗറ്റീവ് സംഖ്യ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ അതുപോലെ ഇട്ട് കൊടുക്കാം. വെട്ടിച്ചെറുതാക്കാം. 75ലും 30ലും കോമൺ ആയിട്ട് 15 പോവും. 15 കൊണ്ട് നമുക്ക് പോവാം അല്ലേ? ഹരിക്കാം. 75 ബൈ 15 5 കിട്ടും. 30 ബൈ 15 2 കിട്ടും അല്ലേ? അപ്പോൾ മുകളിൽ എന്ത് വന്നു? 45 ഇൻറ്റു 2 ബൈ 5 എന്ന് വന്നു. 45ൽ 5 ഡിവിസിബിൾ ആണ് 9. അപ്പോൾ എന്ത് വന്നു? 9 ഇൻറ്റു 2 ബൈ താഴെ എല്ലാം വെട്ടിക്കളഞ്ഞു, 0 അല്ല 1 വരും, -1 വരും അല്ലേ? 9 ഇൻറ്റു 2 18 ബൈ -1 ഓർ -18 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? വിയുടെ വാല്യൂ v is equal to -18. ദാറ്റ് മീൻസ് എവിടെയാവും നമുക്ക് ഇമേജ് വരിക? ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇമേജ് വരിക. നമുക്കറിയാം കോൺകേവ് ലെൻസിൽ ഇമേജ് എല്ലായ്പ്പോഴും വെർച്വൽ ഇമേജ് ആണ് കിട്ടുക അല്ലേ? അപ്പോൾ വിയുടെ വാല്യൂ -18. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലെൻസ് ഇക്വേഷൻ 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു. പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ മറന്നു പോകരുത്. 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു. വാല്യൂസ് മാത്രം എഴുതിയ പോലെ സൈന് കൊടുക്കണം. ആൻസറിലും എന്ത് വേണം? സൈന് വേണം. അപ്പം നമ്മുടെ ഇമേജ് എവിടെ കിട്ടും നമുക്ക്? പോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിട്ടുക. കാരണം -18 സെൻറ്റിമീറ്റർ ആണ്. 14th question. Analyze the figure. Sunlight, prism, screen. First question. Why violet ray is more deviated? B question. Which phenomena causes the splitting up of light in the above prism? C question. On the basis of this phenomena, explain how a rainbow is formed. കളേഴ്സ് ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് കളേഴ്സ് ഓഫ് ലൈറ്റ് എന്നുള്ളതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് ലൈറ്റിൻ്റെ. ഏത് ഫിനോമിന തന്നിരിക്കുന്ന ഫിഗർ? ഡിസ്പേർഷൻ. എന്താ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ് കളേഴ്സ് അല്ലേ? സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ അല്ലേ? എല്ലാ നിറങ്ങളും ഒരുപോലെയല്ല വ്യതിയാനം സംഭവിക്കുന്നത്. ഡീവിയേഷൻ എല്ലാ നിറങ്ങൾക്കും ഒരുപോലെയല്ല. എന്താ കാരണം? എല്ലാ നിറങ്ങളുടെയും വേവ് ലെങ്ത്, തരംഗദൈർഘ്യം ഒരുപോലെയല്ല അല്ലേ? അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഭാഗമാണ്. എന്താണ് തരംഗദൈർഘ്യവും ഡീവിയേഷനും തമ്മിലുള്ള ബന്ധം? തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്, കുറഞ്ഞ വർണ്ണം ഏതാണ്? അതെല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കൂ. ഡീവിയേഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ സൺലൈറ്റ് എങ്ങനെ പോകണമായിരുന്നു? ഇങ്ങനെ പോകുമായിരുന്നു അല്ലേ? അതിന് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള കളർ ഏതാ? വയലറ്റ് ആണ് അല്ലേ? കുറവ് ഡീവിയേഷൻ ഉണ്ടായിട്ടുള്ളത് റെഡിനാണ്. അതായത് തന്നിരിക്കുന്ന ഫിഗറിൽ
ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം നടന്നിട്ടുള്ള കളർ വയലറ്റ് ആണ്. കുറഞ്ഞ ഡീവിയേഷൻ നടന്നിട്ടുള്ളത് റെഡ് ആണ്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ അതാണ്, വൈ വയലറ്റ് റേസ് മോർ ഡീവിയേറ്റഡ്? എന്തുകൊണ്ടാണ് വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്തത്? അല്ലേ, നമുക്കറിയാം വയലറ്റിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം കുറവാണ്. 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലെ എല്ലാ കളേഴ്സിൻ്റെയും വേവ് ലെങ്ത് വരുന്നത്. 400 മുതൽ 700 നാനോമീറ്ററാണ് വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അല്ലേ, 400 മുതൽ 440 വരെയാണ് വയലറ്റിന് വരിക. 700 ആണ് ഏകദേശം ആരുടെ വരിക? റെഡിൻ്റെ വരിക. 660 മുതൽ 700 വരെയാണ് ആരുടെ? റെഡിൻ്റെ വേവ് ലെങ്ത് വരിക. അപ്പോൾ നോക്കൂ, തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്തു. കാരണം വേവ് ലെങ്ത് ഈസ് ലോ ഫോർ വയലറ്റ്. അല്ലേ, അപ്പോൾ എന്താ വേവ് ലെങ്ത്തും ഡീവിയേഷൻ തമ്മിലുള്ള ബന്ധമുണ്ടാവുക? ഡീവിയേഷൻ ഈസ് ഹൈ ഫോർ ലോ വേവ് ലെങ്ത് കളർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞ, വ്യതിയാനം കുറഞ്ഞ വർണ്ണത്തിനാണ് വ്യതിയാനം കൂടുതലുണ്ടാവുക. അപ്പോൾ നോക്കൂ, നമുക്കറിയാം വയലറ്റ് ഏതൊക്കെയാണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലെ കളേഴ്സ് എന്ന് പറയുന്നത്? വിബ്ജിയോർ, വയലറ്റ്, indigo, blue, green, yellow, orange, red. Low wavelength is for violet and high wavelength is for red. അല്ലേ, ലോ വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യും. ഹൈ വേവ് ലെങ്ത് ഉള്ള റെഡിന് എന്ത് കുറവായിരിക്കും? ഡീവിയേഷൻ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എന്താ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം? വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കുറവായിരിക്കും. ആർക്കും അവിടെ വേവ് ലെങ്ത് കുറവ് പറഞ്ഞിട്ടുള്ളത്? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് അതിന് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കൂടുതലായിരിക്കും. വേവ് ലെങ്ത് ഈസ് ലോ ഫോർ വയലറ്റ് ആൻഡ് ഫ്രീക്വൻസി ഈസ് ഹൈ ഫോർ വയലറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? വേവ് ലെങ്ത്തും ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു, അതുപോലെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. അല്ലേ, ആസ് വേവ് ലെങ്ത് ഇൻക്രീസസ് ഡീവിയേഷൻ ഡിക്രീസസ്. ഓൾസോ ആസ് വേവ് ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. തരംഗദൈർഘ്യം കൂടുന്ന സമയത്ത് വ്യതിയാനം കുറയുന്നു, അതേപോലെ തരംഗദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വയലറ്റ് റേസ് മോർ ഡീവിയേറ്റഡ്? എന്തുകൊണ്ടാണ് വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്തത്? എന്തുകൊണ്ടാവും? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറയുമ്പോൾ ഡീവിയേഷൻ കൂടും. ഈ 2 പോയിന്റ്സും എന്തായാലും നമ്മുടെ ആൻസറിൽ ഉണ്ടാവണം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഫിനോമിന കോസസ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ദ എബോ പ്രിസം? എന്തുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ 7 കളേഴ്സ് ആയിട്ട് മാറുന്നത്? ഏത് ഫിനോമിനയാ? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ. അല്ലേ, നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഫിനോമിന എക്സ്പ്ലെയിൻ ഹൗ എ റെയിൻബോ ഈസ് ഫോംഡ്? എങ്ങനെയാണ് റെയിൻബോ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് മഴവില്ല് ഉണ്ടാവുന്നത്? സിമ്പിളായിട്ട് അവർ ചോദിച്ചില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഉണ്ടാവുന്ന റെയിൻബോ? റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ഡിസ്പെർഷൻ ഓഫ് സൺലൈറ്റ്. എവിടെ വെച്ചിട്ട്? ബൈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ജലകണികകളിൽ വെച്ച് പ്രകാശത്തിന് നടക്കുന്ന പ്രകീർണനം കാരണമാണ് എന്ത് ചെയ്യുന്നത്? മഴവില്ലുണ്ടാവുന്നത്. പ്രകീർണനം മാത്രമല്ല മഴവില്ലുണ്ടാവാനുള്ള കാരണം നമുക്കറിയാം. ജലകണികയിൽ വെച്ചിട്ട് പ്രകാശത്തിന് എന്തൊക്കെ സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും, അതുപോലെ പൂർണ്ണ ആന്തര പ്രതിപതനവും സംഭവിക്കും. ആ ഫിഗറും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. അത്രയൊന്നും അവർ ചോദിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അന്തരീക്ഷത്തിലെ ജലകണികകളിൽ വെച്ച് പ്രകാശത്തിന് നടക്കുന്ന പ്രകീർണനം കാരണമാണ് എന്തുണ്ടാവുന്നത്? മഴവില്ലുണ്ടാവുന്നത്. ഡിസ്പെർഷൻ എവിടെ വെച്ചിട്ട്? ഡിസ്പെർഷൻ ഓഫ് സൺലൈറ്റ് ഇൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് റെയിൻബോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എ ക്വസ്റ്റ്യൻ, വൈ വയലറ്റ് റേസ് മോർ ഡീവിയേറ്റഡ്? കാരണം നമ്മൾ പറഞ്ഞു വയലറ്റിന് എന്ത് കുറവാണ്? വേവ് ലെങ്ത് കുറവാണ്, തരംഗദൈർഘ്യം കുറവാണ്. സെക്കൻഡ് വൺ, ഡിസ്പെർഷൻ നമ്മൾ പറഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? റെയിൻബോ എങ്ങനെ ഉണ്ടാവുന്നു? ഡിസ്പെർഷൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫ്യൂവൽ വൈൽ കൺസിഡറിങ് ദ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ, ഇന്ധനം നമുക്കറിയാം. വാട്ട് ഈസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? എന്താണ് കലോറിഫിക് വാല്യൂ? കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ക്വസ്റ്റ്യൻ, വൈ ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ? ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ ഒക്കെ നമുക്കറിയാം, പക്ഷേ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നില്ല? ഗാർഹിക ഇന്ധനമായിട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നില്ല. വൈ? തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ലാസ്റ്റ് ചാപ്റ്ററിലെ എനർജി മാനേജ്മെൻറ്റ് എന്നുള്ള ഊർജ്ജ പരിപാലനം എന്ന പാഠത്തിലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? എന്താ കലോറിഫിക് വാല്യൂ? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് എന്ത്? കലോറിഫിക് വാല്യൂ. The amount of heat energy liberated. ഇപ്പോൾ when 1 kilogram, അത് സ്പെസിഫൈ ചെയ്ത് പറയണം. When 1 kilogram of a fuel burns completely is its calorific value. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി ജ്വലനം നടക്കുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിന് പറയുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ആരാ നമ്മൾ പഠിച്ചു? ഹൈഡ്രജൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ആണ് എന്ത്? കലോറിഫിക് വാല്യൂ കൂടുതൽ. ഇനി ബി ക്വസ്റ്റ്യൻ, കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിലും നമ്മൾ ഹൈഡ്രജനെ വീടുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം ഹൈഡ്രജൻ ഇൻഫ്ലേമബിൾ ആണ്, ഹൈലി എക്സ്പ്ലോസീവ് ആണ്. എളുപ്പത്തിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ട്രാൻസ്പോർട്ടേഷനും ഹൈഡ്രജൻ ബുദ്ധിമുട്ടാണ്. ദറ്റ് ഈസ് വൈ വി ഡസൻറ്റ് യൂസ് ഹൈഡ്രജൻ ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂൽ. ഡൊമസ്റ്റിക് ഫ്യൂലായിട്ട് നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിന് പറയുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. വൈ ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂൽ? എന്തുകൊണ്ട് ഹൈഡ്രജൻ ഡൊമസ്റ്റിക് ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആണ്, സ്ഫോടന സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും കൊണ്ടു നടക്കാനും ട്രാൻസ്പോർട്ടേഷനും ബുദ്ധിമുട്ടാണ്. തേർഡ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂൽ. ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാവണം? ഷുഡ് ബി ഈസിലി അവൈലബിൾ, എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാവണം. രണ്ടാമത്തെ നെക്സ്റ്റ് 2 പ്രോപ്പർട്ടീസ് അവർ ചോദിച്ചിട്ടുള്ളൂ. ലോ കോസ്റ്റ് ആയിരിക്കണം, ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കണം. പിന്നെ എന്തുണ്ടാവാൻ പാടില്ല? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് സെക്ഷനാണ് ഡി സെക്ഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. അതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ സ്വിച്ച് S1 ഈസ് ഓൺ, which bulb will glow? How much current is flowing through the fuse at this time? B question, if both the switches are on, what changes can be observed in the circuit? Justify your answer. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, ഈ സർക്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നത് എന്താ? ബൾബാണ് നമ്മൾ ഈ വരച്ചിട്ടുള്ളത്. ബൾബ് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 200 വാട്ട് 230 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ 200 വാട്ട് എന്ന് പറയുന്നത് എന്താ? പവറാണ്. 230 വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഈ ബൾബ് B1 അതുപോലെ ബൾബ് B2 എന്തുതന്നെയാണ്? 200 വാട്ട് 230 വോൾട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. AC 230 വോൾട്ട് AC നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്യൂസ് അതിൻ്റെ ആംബിയറേജ് എന്ന് പറയുന്നത് 1 ആംബിയർ ആണ്. നെക്സ്റ്റ് S1 S2 ആർ ദ സ്വിച്ചസ്. S1ഉം S2 നമ്മുടെ ഫിഗറിൽ എന്താ? സ്വിച്ചസ് ആണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദ സ്വിച്ച്, ഇപ്പം നമ്മുടെ സ്വിച്ച് ഏതാ പൊസിഷനിലാണ്? ഓഫാണ് അല്ലേ? സ്വിച്ച് S1ഉം സ്വിച്ച് S2ഉം ഓഫാണ്. ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്വിച്ച് S1 ഈസ് ഓൺ, S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് വിച്ച് ബൾബ് വിൽ ഗ്ലോ? അപ്പോൾ നോക്കൂ, S1 ഓൺ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് ഏത് ബൾബിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും? B1ലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ B1 എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഫ്യൂസ് അറ്റ് ദിസ് ടൈം? ഈ സമയത്ത് എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കറണ്ടാണ്. കറണ്ടിൻ്റെ സിമ്പൽ ഏതാ? I അല്ലേ? കറണ്ടിൻ്റെ സിമ്പൽ I ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സിമ്പൽ എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? ബൾബ് 200 വാട്ടാണ്, അതുപോലെ 230 വോൾട്ട് AC ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ? ഇതെന്താന്ന് ഞാൻ പറഞ്ഞു? പവർ ആണെന്ന് പറഞ്ഞു. 230 വോൾട്ട് ഈസ് ദ വോൾട്ടേജ് അല്ലേ? അപ്പോൾ നോക്കൂ, ഏതൊക്കെയാണ് നമ്മുടെ വാല്യൂസ്? P ഈക്വൽ ടു 200 വാട്ട്, V ഈക്വൽ ടു 230 വോൾട്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? I ആണ്, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3 സിമ്പിൾസും എഴുതിയാൽ തന്നെ നമുക്കറിയും ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താ? PVI. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? പവർ P is equal to VI അല്ലേ? ഇവിടെ പവർ അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് ആരെ എവിടെ നിർത്തണം? കറണ്ട് അല്ലേ? കറണ്ട് I is equal to P by V അല്ലേ? പവർ എന്താ തന്നിട്ടില്ലേ? 200 equal to
200/230. 0 കട്ട് ചെയ്തു. 20/23 അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? 0.869 അല്ലെങ്കിൽ 0.87 അല്ലേ? ആൻസർ കംപ്ലീറ്റ് ആയില്ല. നമ്മൾ എന്തുകൂടി എഴുതണം? യൂണിറ്റ് എഴുതണം. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് കറന്റ്? ആംപിയർ അല്ലേ? അപ്പോൾ I is equal to 0.87 ampere. First question, if the switch S1 is on, which bulb will glow? ഏത് ബൾബാണ് നമ്മൾ പറഞ്ഞു? B1 will glow. Next, how much current is flowing through the fuse at this time? അല്ലേ? എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? 0.87 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. നമ്മുടെ ഫ്യൂസിൻ്റെ ആംപിയറേജ് എത്രയാണ്? 1 ആംപിയർ ആണ്. അപ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ബൾബ് എന്ത് ചെയ്യും? B1 ഗ്ലോ ചെയ്യും. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇഫ് ബോത്ത് ദ സ്വിച്ചസ് ആർ ഓൺ, നോക്കൂ, S1 എന്നുള്ള സ്വിച്ചും അതുപോലെ S2 എന്നുള്ള സ്വിച്ചും എന്താക്കണം? നമ്മൾ ഓൺ ആക്കണം. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാ? 0.87 ആണ്. സിമിലർലി ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. വാല്യൂസ് സെയിം അല്ലേ? 200ഉം 230 അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കും? I is equal to P/V equal to 200/230 equal to 0.87 ആംപിയർ അല്ലേ? ഈ സർക്യൂട്ടിൽ 0.87 ഉണ്ടാവും, ഈ സർക്യൂട്ടിലും എന്തുണ്ടാവും? 0.87 ഉണ്ടാവും. ടോട്ടൽ കറണ്ട് ഈസ് ദ സം ഓഫ് ദീസ് ടു, 0.87 പ്ലസ് 0.87 അല്ലേ? ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആംപിയർ. നമ്മുടെ ഫ്യൂസിൻ്റെ ആംപിയറേജ് എത്രയാണ്? 1 ആംപിയർ ആണ്. ഇപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയറിനേക്കാൾ കൂടുതലാണെന്നുള്ളതുകൊണ്ട് നമ്മുടെ സർക്യൂട്ട് എന്താവും? ബ്രേക്ക് ആവും, ഫ്യൂസ് വയർ പൊട്ടും, 2 ബൾബ് എന്ത് ചെയ്യില്ല? ഗ്ലോ ചെയ്യില്ല. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സ്വിച്ച് മാത്രമേ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര കിട്ടി? 0.87 കിട്ടി. രണ്ടാമത്തെ കേസിൽ 2 സ്വിച്ചും ഓൺ ആക്കുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? 0.87 ഉണ്ട്. ഈ സർക്യൂട്ടിലും എന്തുണ്ട്? 0.87 ഉണ്ട്. ടോട്ടൽ കറണ്ട് വിൽ ബി ഹയർ ദാൻ ഫ്യൂസിൻ്റെ ആംപിയറേജ് ആയിട്ടുള്ള 1 ആംപിയറിനേക്കാൾ കൂടുതലാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വരിക. അതുകൊണ്ട് ഫ്യൂസ് വയർ ബ്രേക്സ്. ഒരു ബൾബ് എന്ത് ചെയ്യില്ല? ഗ്ലോ ചെയ്യില്ല. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ ഡിസൈൻസ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ആൻഡ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അതൊന്നും നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, ഒന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഏതാ ഫിനോമിന? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? അതിലെ ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ ഡിസൈൻ ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ആൻഡ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ബി ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോർമർ വിതൗട്ട് എനി ലോസ് ഇൻ പവർ ഹാസ് 5000 turns in primary. The input voltage and output voltage are 240 volt and 24 volt respectively. If the current through the primary is 0.4 ampere, calculate the number of turns in the secondary. Calculate the current in the secondary. ഇത്രയാണ് ക്വസ്റ്റ്യൻ വളരെ വലുതാണ്. എ ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും. ബി ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബ്ലമാണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും ആദ്യം പറയാം, എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. വാട്ട്സ് എ യൂസ് ഓഫ് എ ട്രാൻസ്ഫോർമർ? എന്താ ട്രാൻസ്ഫോർമറിൻ്റെ യൂസ് എന്ന് പറയുന്നത്? പവറിൽ വ്യത്യാസമില്ലാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? ട്രാൻസ്ഫോർമർ. എന്താണ്? പവർ വ്യത്യാസമില്ലാതെ AC വോൾട്ടേജ് എന്ത് ചെയ്യാൻ, ഒന്നുകിൽ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറാണ്, ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആര്? ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ AC-യുടെ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആര് ഉപയോഗിക്കുന്നുണ്ടാവും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും. വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആര് ഉപയോഗിക്കുന്നുണ്ടാവും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും ഉപയോഗിക്കുന്നുണ്ടാവും. നമുക്കതിൻ്റെ ഫിഗർ ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ ഫിഗറാണ് നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് അല്ലേ? വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ യൂസ് എന്തായിരിക്കും? വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. നമ്മൾ ഇൻപുട്ടിൽ പ്രൈമറിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, സെക്കൻഡറിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ഇൻപുട്ട് കൊടുത്താൽ അതിനെ ഹൈ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടണം. അതാണ് ആരുടെ യൂസ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ യൂസ്.
ലോ ഇൻപുട്ടിനെ എന്താക്കണം, ഹൈ ആക്കണം. ഔട്ട്പുട്ടിൽ സെക്കൻഡറിയിൽ നമുക്ക് ഹൈ വോൾട്ടേജ് കിട്ടണം. ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റെപ്പ് അപ്പ് പറയാം, കൺഫ്യൂഷൻ വേണ്ട. ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഡിസ്കസ് ചെയ്യാം. അത് നന്നായി ക്ലിയർ ആയ ശേഷം മാത്രം നമുക്ക് ആരെ ഡിസ്കസ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ശ്രദ്ധിച്ചോളൂ. ഇൻപുട്ടിലെ വോൾട്ടേജ് എന്താവണം, കുറവാവണം. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കൂടുതലാവണം അല്ലേ. ഫിഗറിന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇൻപുട്ടിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഔട്ട്പുട്ടിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് അല്ലേ. പിന്നെ നോക്കൂ, ഇവിടെ എന്താ ഞാൻ വരച്ചിട്ടില്ലേ, കനം കൂടുതൽ വരച്ചിട്ടുണ്ട്, ഇവിടെ കനം കുറവ് വരച്ചിട്ടുണ്ട്. തിക്ക് വയേഴ്സും തിൻ വയേഴ്സും ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് വോൾട്ടേജും കൂടും അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്നാണ് ഹൈ വോൾട്ടേജ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ ആവണം എന്ത് കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. അപ്പോൾ നോക്കൂ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സെക്കൻഡറിയിലെ ഔട്ട്പുട്ട് ഹൈ ആവണമെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാവണം. പ്രൈമറിയിൽ ഔട്ട്പുട്ട് കുറവാവണമെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രൈമറിയിലെ number of turns in the primary should be low and number of turns in the secondary should be high. Secondary number of turns കൂടുതലായിരിക്കണം, primary number of turns കുറവായിരിക്കണം. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഇവിടെ തിക്ക് വയേഴ്സ് വരച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇവിടെ തിൻ വയേഴ്സ് വരച്ചിട്ടുള്ളത്? തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി ആൻഡ് തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ സെക്കൻഡറി അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കൂടണം, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടണം. വോൾട്ടേജ് സൂചിപ്പിക്കാനാണ് നമ്മൾ VS, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് സൂചിപ്പിക്കാൻ NS, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ആൻഡ് IS റെപ്രസെൻറ്റ്സ് കറണ്ട് ഇൻ ദ സെക്കൻഡറി അല്ലേ. അത്രയൊന്നും ചോദ്യം പറഞ്ഞിട്ടില്ല, അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ വോൾട്ടേജ് എന്താവണം, ഹൈ ആവണം അല്ലേ. പവർ ലോസ് ഉണ്ടാവില്ല, പവർ എന്താവും നമുക്കറിയാം, കോൺസ്റ്റന്റ് ആവും എന്നറിയാം. അപ്പോൾ വോൾട്ടേജ് കൂടുന്ന സമയത്ത് P is equal to VI അല്ലേ. വോൾട്ടേജ് കൂടുമ്പോൾ പവറും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കൂടും. പക്ഷെ നമുക്ക് പവർ എന്ത് ചെയ്യരുത്, വ്യത്യാസം വരരുത്. പവർ വ്യത്യാസം വരാതിരിക്കാൻ വോൾട്ടേജ് കൂടുമ്പോൾ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം, കറണ്ട് കുറയണം അല്ലേ. കറണ്ട് കുറയണം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കൂടും എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് കുറയുള്ളൂ. കറണ്ട് കുറയണമെങ്കിൽ റെസിസ്റ്റൻസ് കൂടണം അല്ലേ. റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ലെങ്ത്, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. എന്താ ഏരിയയുമായിട്ടുള്ള ബന്ധം? when area increases resistance decreases അല്ലേ. നമുക്കിവിടെ കറണ്ട് കുറയണം, അതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കൂടണം. റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ ഏരിയ കുറയണം. മനസ്സിലായോ? അതുകൊണ്ടാണ് തിൻ വയേഴ്സ്, ഏരിയ കുറഞ്ഞ വയർ നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് തിൻ വയേഴ്സ് സെക്കൻഡറിയിലും തിക്ക് വയേഴ്സ് പ്രൈമറിയിലും ഉപയോഗിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അതില്ല. അഥവാ ഇനി അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഒന്നുകൂടിയും പറയാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറി വോൾട്ടേജ് എന്താവണം, ഹൈ ആവണം. വോൾട്ടേജ് ഷുഡ് ബി ഹൈ അല്ലേ. നമുക്കറിയാം വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്തും കൂടും, പവറും കൂടും. പവർ ഈസ് ഈക്വൽ ടു VI ആണ് അല്ലേ. ആസ് വോൾട്ടേജ് ഇൻക്രീസസ് പവർ ഓൾസോ ഇൻക്രീസസ്. പക്ഷേ എന്ത് വ്യത്യാസം വരാൻ പാടില്ല ട്രാൻസ്ഫോർമറിൽ? പവർ നഷ്ടം ഉണ്ടാവാൻ പാടില്ല, പവർ വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ പവർ കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെങ്കിൽ കറണ്ട് എന്ത് ചെയ്യണം, കുറയണം. വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ട് അതിന് പ്രപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, കുറയണം. എന്നാൽ മാത്രമേ പവർ എന്താവുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ കറണ്ട് കുറയണം. എങ്ങനെ നമുക്ക് കറണ്ട് കുറയ്ക്കാൻ പറ്റുക? റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ടിൻ്റെ ഫ്ലോനെ എതിർക്കുന്ന ഫാക്ടറാണ് എന്ത്, റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്താക്കണം, കൂട്ടണം, ഉയർത്തണം. റെസിസ്റ്റൻസ് കൂട്ടണം അല്ലേ. എങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റുക? ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കൂട്ടാൻ പറ്റുക? ആ വയറിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഏരിയയിൽ വ്യത്യാസം വരാം അല്ലേ. എന്താ റെസിസ്റ്റൻസും ഏരിയയും തമ്മിലുള്ള ബന്ധം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്, വിപരീതാനുപാതമാണ്. അതായത് റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ ഏരിയ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ഏരിയ ലോ ആവണം. ഏരിയ ലോ എന്ന് പറഞ്ഞാൽ തിൻ വയേഴ്സ് ഉപയോഗിക്കണം. എവിടെ? സെക്കൻഡറിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് സ്റ്റെപ്പ് അപ്പിൻ്റെ പോയിന്റ്സ് പറഞ്ഞുതരാം. സ്റ്റെപ്പ് അപ്പിൽ
thick wires are used in primary. ഒരു പോയിന്റ്. Thin wires are used in secondary. Next, 2 points ആയി. നെക്സ്റ്റ് പറയുന്നത് the number of turns in the secondary is high. Number of turns in the primary is low. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. Number of turns in the primary, NP എന്ന് എഴുതാം. Number of turns in the primary കൂടുതലാണോ കുറവാണോ? കുറവ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ സിമ്പൽ ഇടും? Number of turns in the primary is less than the number of turns in the secondary. അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് എന്തും കൂടും ഞാൻ പറഞ്ഞു, വോൾട്ടേജും കൂടുന്നു പറഞ്ഞു അല്ലേ? നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കുറവായത് കാരണം അവിടുത്തെ വോൾട്ടേജും എന്തുതന്നെയാവും? കുറവ് തന്നെയായിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി അല്ലേ? വോൾട്ടേജ് എങ്ങനെയാണോ മാറുന്നതിന് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുക. പക്ഷേ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആരുണ്ടാവുക? കറണ്ട് ഉണ്ടാവുക. അതായത് പ്രൈമറിയിലെ വോൾട്ടേജ് കുറവാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ പോയിന്റ്സ്. സ്റ്റെപ്പ് അപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലേക്ക് പോവാം. അപ്പോൾ സ്റ്റെപ്പ് അപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ഓൾസോ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഹൈ ദാൻ ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും കുറവായിരിക്കും, എന്നാൽ സെക്കൻഡറിയിലെ കറണ്ടാണ് കുറവുണ്ടാവുക. ഇതാണ് ആരുടെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ പ്രോപ്പർട്ടീസ്. ഇതേപോലെ എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ പറയാം? ഫിഗറിൽ തന്നെ ക്ലിയർ ആണ്. എങ്ങനെ നമുക്ക് എഴുതാം? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണോ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണോ കൂടുതൽ? ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം ഏതിലാണ്? പ്രൈമറിയിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി അല്ലേ? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവുമായിരിക്കും. അടുത്തത് നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് വോൾട്ടേജും എന്താവും എന്ന് പറഞ്ഞു? കൂടുതലാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി അല്ലേ? വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, കുറവാവും നമുക്കറിയാം. അപ്പം നേരെ തിരിച്ചെഴുതുക. എങ്ങനെ എഴുതുക? കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ കറണ്ട് ഇൻ ദ സെക്കൻഡറി. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ. പിന്നെ നമുക്ക് തിക്ക് വയേഴ്സ് എവിടെ ഉപയോഗിക്കുന്നു? പ്രൈമറിയിൽ ഉപയോഗിക്കുന്നു. തിൻ വയേഴ്സ് സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ തിൻ വയേഴ്സ് പ്രൈമറിയിൽ ഉപയോഗിക്കുന്നു, സെക്കൻഡറിയിൽ തിക്ക് വയേഴ്സ് ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇതിൽ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ ഡിസൈൻ ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ആൻഡ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്നിനെ കുറിച്ച് 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് പ്രോബ്ലമാണ്, ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അതിലെ ബി ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോർമറിൽ 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 5000 ആണ് നമ്മൾ പറഞ്ഞു. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 5000. എന്താ സിമ്പിൾ? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എന്താ? നമ്പർ ഓഫ് ടേൺസ് ആയത് കാരണം n. പ്രൈമറി സൂചിപ്പിക്കാൻ NP അല്ലേ? NP equal to 5000. NP equal to 5000. പിന്നെ തന്നിട്ടുള്ള കാര്യം, the input voltage and output voltage are 240 volt and 24 volt respectively. Input voltage 240 volt ആണ്. എവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക? പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? പ്രൈമറിയിൽ അല്ലേ? 240 volt. അപ്പോൾ ഏത് വോൾട്ടേജ് ആണ്? പ്രൈമറി വോൾട്ടേജ് ഈസ് 240 വോൾട്ട്. ഔട്ട്പുട്ട് എവിടെ നിന്നാണ് കിട്ടുക? സെക്കൻഡറിന്ന് അല്ലെ? സെക്കൻഡറി വോൾട്ടേജ് സൂചിപ്പിക്കാൻ നമുക്ക് എന്തെഴുതാം? VS equal to 24 volt. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇഫ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി ഈസ് 0.4 ആംപിയർ. കറണ്ട് ഇൻ ദ പ്രൈമറി, കറണ്ടിന്റെ സിമ്പിൾ I, പ്രൈമറി എന്ന് കാണിക്കാൻ IP equal to 0.4 ആംപിയർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. എന്താവും സിമ്പിൾ? NS അല്ലേ? number of turns in the secondary question mark. Calculate the current in the secondary. സെക്കൻഡറിയിലെ കറണ്ടും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട്
NS കണ്ടുപിടിക്കണം, IS കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി നമുക്ക് ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച 2 ഇക്വേഷൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് എഴുതാം കേട്ടോ. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? NS കണ്ടുപിടിക്കാം. അതിനുശേഷം ആരെ കണ്ടുപിടിക്കാം? IS കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, NP, VP, VS ഈ 3 വാല്യൂസും വെച്ച് ഏറ്റവും ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കും? NSനെ കണ്ടുപിടിക്കും. എന്തായിരുന്നു ഇക്വേഷൻ? NS by NP equal to VS by VP. ഇതാണ് ഇക്വേഷൻ. ട്രാൻസ്ഫോർമറിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ NS by NP equal to VS by VP. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നേരെ തിരിച്ചെഴുതാം. എങ്ങനെ? NP by NS equal to, ഇവിടെ തിരിക്കുമ്പോൾ നമ്മൾ എവിടെയും തിരിക്കണം, റൈറ്റ് സൈഡും തിരിക്കണം. ഇവിടെ Nൻ്റെ കൂടെ നമ്മൾ ഏതാണോ എഴുതിയിട്ടുള്ളത് അതന്നെയാവണം Vയുടെ കൂടി എഴുതുന്നത്. VS by VP equal to NS by NP. റീഅറേഞ്ച് ചെയ്തതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവയേതാണോ കണ്ടുപിടിക്കേണ്ടത് അത് മുകളിൽ വരുന്ന രീതിയിൽ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? NS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ NS by എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? NS by NP equal to, ഇവിടെ NS എഴുതിയ സ്ഥിതിക്ക് ഇവിടെ ഏത് എഴുതണം? VS by VP അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? NS അല്ലേ കണ്ടുപിടിക്കേണ്ടത്? താഴെ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? NP ഉണ്ട് അല്ലേ? ആ NPനെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ ഇവിടേക്ക് കൊണ്ടുവരണം. ബൈ NP റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു NP അല്ലേ? അപ്പോൾ നോക്കൂ, NS ഈക്വൽ ടു VS ബൈ VP ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി കൊണ്ടുവരണം? NPനെ കൊണ്ടുവരണം. ബൈ NP ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു NP. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. VSൻ്റെ വാല്യൂ 24, VPയുടെ വാല്യൂ 240 ഇൻറ്റു NPയുടെ വാല്യൂ 5000. നോക്കൂ, 0 വെട്ടിക്കളഞ്ഞു, 24 വെട്ടിക്കളഞ്ഞു, ബാക്കി ആൻസർ 500. ട്രാൻസ്ഫോർമറിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ മിക്കതും ഇങ്ങനെ വെട്ടിപ്പോണതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല, വെട്ടിക്കളയുക കേട്ടോ. അപ്പോൾ നോക്കുക, നമുക്ക് ആൻസർ എന്ത് കിട്ടി? 500 എന്നിട്ട് എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? NS ആണ് കണ്ടുപിടിച്ചത്. NS ഈക്വൽ ടു 500. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. എന്താ ആൻസർ കിട്ടി? 500 ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ കറണ്ട് IS കണ്ടുപിടിക്കാനായിരുന്നു. അതിന് ഈക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഈ ഇക്വേഷനിൽ എന്തില്ല? I ഇല്ല അല്ലേ? അപ്പം നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് Vയും Iയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്താ ഇക്വേഷൻ? ഇതേപോലത്തെ ഇക്വേഷൻ തന്നെയാണ്, ചെറിയൊരു മാറ്റമുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക് ഇക്വേഷന്? ഏതാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? IS ആ കണ്ടുപിടിക്കണ്ടേ. അപ്പം നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതണം? IS by IP ഈക്വൽ ടു, ഇവിടെ IS ആണ് എഴുതിയതെങ്കിൽ ഇവിടെ VS അല്ല എഴുതുക. എന്താ എഴുതുക? VP ആണ് എഴുതുക. എന്തങ്ങനെ എഴുതാനുള്ള കാരണം? നമുക്കറിയാം പവർ ലോസ് ഉണ്ടാവില്ല, അതായത് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈമറി പവറും സെക്കൻഡറി പവറും സെയിം ആയിരിക്കും. എന്താ പ്രൈമറി പവർ? VP IP അല്ലേ? പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെക്കൻഡറിയിലെ പവർ VS ഇൻറ്റു IS അല്ലേ? ഇത് റീഅറേഞ്ച് ചെയ്താൽ ഇതുപോലെ വരില്ലേ? IS by IP. ഈ IPനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, VSനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വന്നു? VP by VS ഈക്വൽ ടു IS by IP. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ IS by IP ഈക്വൽ ടു VP by VS. നേരത്തെ ചെയ്ത പോലെ IS ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ കൂടെയുള്ള IPനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വന്നു? IS ഈക്വൽ ടു IP ഇൻറ്റു VP by VS അല്ലേ? IPയുടെ വാല്യൂ 0.4 ഇൻറ്റു VPയുടെ വാല്യൂ 240, VSൻ്റെ വാല്യൂ 24 അല്ലേ? നോക്കൂ, വെട്ടിക്കളയാം. 240 by 24 എന്ത് കിട്ടി? 10. 0.4 ഇൻറ്റു 10 ഈക്വൽ ടു വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. പോയിന്റ് ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ആദ്യം വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 10 40. ഇനി നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യണം. നോക്കൂ, വലതുവശത്ത് നിന്ന് ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് അല്ലേ? നമ്മുടെ ആൻസറിൽ വലതുവശത്ത് നിന്ന് ഒരു സ്ഥാനം നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 4 മാത്രം എഴുതിയാൽ പോരാ, വട്ട് ഈസ് IS ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ? ആംപിയർ. 4 ആംപിയർ. IS ഈക്വൽ ടു 4 ആംപിയർ. നമ്മുടെ ആൻസർ കിട്ടി. IS 4 ആംപിയറും NS എന്ത് കിട്ടി? 500ഉം കിട്ടി.
അപ്പോൾ നമ്മുടെ 17th ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരുന്നു. 18th ക്വസ്റ്റ്യൻ ആണ്. An object is placed in between the points F and C of a concave mirror as shown. Locate the position of the image by drawing another way. B question, write the characteristics of the image obtained here. Write any one application of this type of mirror. 3 questions ആണുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ കോൺകേവ് മിറർ വരച്ചിട്ടുണ്ട്. കോൺകേവ് മിററിൽ ഒരു രീതിയിലുള്ള റേ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ഏതാ? പോളിലൂടെ എൻട്രി ചെയ്യുന്ന, പോളിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ സെയിം ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 1 മാർക്ക് ചെയ്തിട്ടുള്ള ഈ റേ ക്വസ്റ്റ്യനിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബൈ ഡ്രോയിങ് അനദർ വേ. ഒരു റേ മാത്രമായാലും നമുക്ക് എന്ത് കിട്ടില്ല? ഇമേജ് കിട്ടില്ല എന്നറിയാം. ഒരു റേയും കൂടി വേണം അല്ലേ? റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക നമുക്കറിയാം. അപ്പോൾ ഒരു മെത്തേഡ് അവർ വരച്ചിട്ടുണ്ട്. പോളിലൂടെ എത്ര ആംഗിളിലാണോ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് സെയിം ആംഗിൾ ഓഫ് റിഫ്രാക്ഷനിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം ആംഗിൾ ഉണ്ടാക്കിയിട്ട് ആ റേ റിഫ്ലക്റ്റ് ചെയ്തു. 1 മാർക്ക് ചെയ്തിട്ടുള്ള റേ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു റേയും കൂടി വരയ്ക്കണം. നമുക്ക് 3 എണ്ണം അറിയാം. എങ്ങനെയൊക്കെ വരയ്ക്കാം? നമ്മുടെ ഒബ്ജക്റ്റ് OB ആണ്. എവിടെ വെച്ചിട്ടുള്ളത്? ഫോക്കസിനും സിക്കും ഇടയ്ക്കാണ്. എന്താ സി എന്ന് പറഞ്ഞാൽ? സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ? എഫ് ഈസ് ദ ഫോക്കസ്, പി ഈസ് ദ പോൾ. പി മുതൽ എഫ് വരെ എത്ര ഡിസ്റ്റൻസ് ആണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയാണ് പി എന്ന് സിയിലേക്ക് വേണ്ടത് അല്ലേ? ഈ പോൾ മുതൽ സി വരെയുള്ള അകലമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ആർ ഈക്വൽ ടു 2f. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഫസ്റ്റ് റേ അവർ വരച്ചിട്ടുണ്ട്. പോളിലൂടെ വന്ന് പതിക്കുന്ന റേ സെയിം ആംഗിൾ ഉണ്ടാക്കിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് റേ നമ്മൾ വരയ്ക്കുന്നത്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസ് വരച്ചപ്പോൾ അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ എങ്ങനെ പോവും? ഫോക്കസിലൂടെ കടന്നു പോകുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, മിററിൽ ഒബ്ജക്റ്റിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ് അല്ലേ? നമ്മുടെ റിഫ്ലക്റ്റഡ് റേ 1ഉം റിഫ്ലക്റ്റഡ് റേ 2ഉം എവിടെ മീറ്റ് ചെയ്തു? ബിയോണ്ട് സി, സിക്ക് അപ്പുറത്തുള്ള ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്തത്. അവിടെ നമ്മൾ എന്ത് വരച്ചു? ഇമേജിനെ വരച്ചു. അപ്പോൾ നോക്കൂ, എവിടെ നമുക്ക് ഇമേജ് കിട്ടിയത്? ബിയോണ്ട് സി. എന്തൊക്കെയാണ് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്? ഒരു മെത്തേഡ് നമ്മൾ ഇങ്ങനെ വരച്ചു. എന്തൊക്കെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്? സിക്ക് അപ്പുറമാണ് കിട്ടിയത്, ബിയോണ്ട് സി ആണ് നമുക്ക് ഇമേജ് കിട്ടിയത്. പ്രോപ്പർട്ടീസ് വലുതാണ്, നമ്മുടെ ഒബ്ജക്റ്റിനെക്കാട്ടിലും വലുതാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ റിയൽ ഇമേജ് ആണ്. ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളത് പോളിലൂടെയാണ്, പിന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ പോകുന്ന രീതിയിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. വേറെ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മളിങ്ങനെ ഏറ്റവും ഫസ്റ്റ് റേ വരച്ചേ, ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഒന്നാമത്തെ റേ വരച്ചു. നെക്സ്റ്റ് ഫോക്കസിലൂടെ നമ്മുടെ മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന ആൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നു. പിന്നെയോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് പതിക്കുന്ന ആൾ ഫോക്കസിലൂടെ പോകുന്നു. ഈ ഫസ്റ്റ് റേയും സെക്കൻഡ് റിഫ്ലക്റ്റഡ് റേയും എവിടെ മീറ്റ് ചെയ്തു അവിടെയാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. പ്രിൻസിപ്പൽ ആക്സിസിന് അവിടേക്ക് ഒരു റേ വരച്ചു, ലൈൻ വരച്ചു അല്ലേ? IM, ദിസ് ഈസ് ദ ഇമേജ്. അപ്പോൾ നോക്കൂ, 2 കേസിൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടിയത്? ബിയോണ്ട് സി. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. ബിയോണ്ട് സി ആണ് ഇമേജ് കിട്ടിയത്. ഇമേജ് ഈസ് ലാർജ്, വലിയ ഇമേജ് ആണ്, അതുപോലെ ഇൻവേർട്ടഡ് ആണ്, അതുപോലെ റിയൽ ഇമേജ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലോ? ഇത്രയേ ഉള്ളൂ 18th ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. സി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ അപ്ലിക്കേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മിറർ. ഇത് ഏത് മിററാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? കോൺകേവ് മിറർ അല്ലേ? കോൺകേവ് മിററിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ് അല്ലെ? റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞതാണെങ്കിൽ അതാണ് എന്ത്? കോൺകേവ് മിറർ. അതിൻ്റെ യൂസ് എന്താ? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 18th ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലോ? നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, speed of light in certain media are given in the table given below. Analyze the table and answer the following questions അല്ലേ? ടേബിൾ ഒന്ന് നമുക്ക് റഫായിട്ട് വരച്ചു വയ്ക്കാം. ഓരോ മീഡിയത്തിലും ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. വാക്വത്തിൽ നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ?
വാട്ടറിൽ 2.25 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്, ഡയമണ്ടിൽ 1.25 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്, ഗ്ലാസ്സിൽ 2 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. Question: rearrange the given media in the increasing order of their optical density. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമത്തിൽ, കൂടി വരുന്ന ക്രമത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ: ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി മേക്കിംഗ് ദ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫ്രം എയർ ടു ദിസ് മീഡിയ സെപ്പറേറ്റ്ലി, വിച്ച് മീഡിയ വിൽ ഗീവ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഒന്ന് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. വായുവിൽ നിന്നും ഈ മാധ്യമങ്ങളിലേക്ക് പ്രകാശരശ്മി ഒരേ കോണിൽ ചെരിഞ്ഞു പതിക്കുമ്പോൾ ഏത് മാധ്യമമാണ് ഏറ്റവും കൂടിയ അപവർത്തന കോൺ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. സി ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? കേവല അപവർത്തനാങ്കം എന്താണ്? അതുപോലെ കാൽക്കുലേറ്റ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫ്രം ദ ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട്, ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഗ്ലാസിൻ്റെ കേവല അപവർത്തനാങ്കം കണ്ടുപിടിക്കണം. ഇത്രയാണ് 19ാമത്തെ ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യൻസ്, സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ആണ്. എന്താ തന്നിട്ടുള്ളത്? 4 മീഡിയം തന്നിട്ടുണ്ട്, അവരുടെ അതിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും, തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഏത് മീഡിയത്തിലാണ്? വാക്വത്തിലാണ്, ശൂന്യതയിലാണ് അല്ലേ? അത് കഴിഞ്ഞാൽ വാട്ടറിലാണ്. അത് കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ഒന്ന് ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതിലാണ് വെലോസിറ്റി വരുന്നത്? ഗ്ലാസ്സിലാണ് വരുന്നത്. പിന്നെയാണ് എന്തിൽ വരുന്നുള്ളൂ? ഡയമണ്ടിൽ വരുന്നുള്ളൂ അല്ലേ? എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയും ആ മാധ്യമത്തിലെ ലൈറ്റിൻ്റെ സ്പീഡും വെലോസിറ്റിയും അല്ലെങ്കിൽ പ്രവേഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന് പ്രവേഗം കുറവായിരിക്കും. എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയാണോ വേഗത കൂടുതൽ അവിടെ നമുക്ക് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ? അപ്പോൾ നോക്കൂ, തന്നിരിക്കുന്ന മീഡിയത്തിൽ എവിടെയാണ് വേഗത കൂടുതൽ? വേഗത കൂടുതൽ വാക്വത്തിലാണ്. സ്വാഭാവികമായിട്ടും വാക്വത്തിനാണ് എന്ത് കുറവുണ്ടാവുക? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുണ്ടാവുക അല്ലേ? അപ്പോൾ നോക്കൂ, ആരോഹണ ക്രമം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏറ്റവും ആദ്യം എഴുതാം. വാക്വത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവാണ് ഉണ്ടാവുക. നെക്സ്റ്റ് എവിടെ ഉണ്ടാവുക? വാട്ടർ അല്ലേ? നെക്സ്റ്റ് ഡയമണ്ട് അല്ല, ഏതില? 2.25 കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതാ? 2 അല്ലേ? അപ്പോൾ ഏതാ എഴുതുക? ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യത, വായു, പിന്നെ ജലം, വാട്ടർ, ദെൻ ഗ്ലാസ്, നെക്സ്റ്റ് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. Rearrange the given media in the increasing order of their optical density. Next question: if light enters obliquely making the same angle of incidence from air to this media, എയറിൽ നിന്ന് ഈ മീഡിയത്തിലേക്ക് എല്ലാത്തിലേക്കും ലൈറ്റ് എന്ത് ചെയ്യുക? സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒബ്ലിക്കായിട്ട് ചെരിഞ്ഞു പതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് മീഡിയത്തിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലുണ്ടാവുക എന്നാണ് ചോദ്യം. ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് ഓഫ് റിഫ്രാക്ഷൻ അറിയണം. ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പറയുന്ന കാര്യം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇഫ് എ റേ ട്രാവൽസ് ഫ്രം, ശ്രദ്ധിച്ചോളൂ, ഒന്ന് ട്വിസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ക്ലാരിറ്റി കുറച്ച് കുറവുള്ളൊരു ചോദ്യമാണ്. മനസ്സിലാക്കേണ്ട കാര്യം, വെൻ എ റേ ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു ലൈറ്റ് റെയറർ മീഡിയത്തേക്ക് വന്ന് പതിക്കുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ വിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. എന്താ ചെയ്യുക? നോർമലിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഞാൻ വരച്ചു അല്ലേ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഞാൻ എന്ത് വരയ്ക്കാൻ പോവുകയാണ്? നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. നോർമൽ വരച്ചു. ഇനി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തേക്കാണ് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ലൈറ്റ് റേ എന്താ ചെയ്യുക? ഇറ്റ് വിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. നോർമലിന് അകലേക്ക് പോയി. നേരെ തിരിച്ചാണ് എവിടുന്ന് എവിടേക്കാവുമ്പോൾ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തേക്ക് ആവുമ്പോൾ എങ്ങനെയാവും? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും? നോർമലിൻ്റെ അടുത്തേക്ക് വരും. ഈ കാര്യം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ചോദ്യം, എയറിൽ നിന്നാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നത്. ഒരു മീഡിയം എയർ ആണ് അല്ലേ? എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നു, ഡയമണ്ടിലേക്ക് വന്നു, ഗ്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ നമുക്കറിയാം വാട്ടർ, ഡയമണ്ട്, ഗ്ലാസ്
ഈ മൂന്നും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി കുറവ്, ഈ മൂന്നെണ്ണത്തിൽ വെച്ച് ഡെൻസർ മീഡിയം ഏതാ ഉണ്ടാവുക? ഗ്ലാസ് ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുന്നുണ്ട്, ഡയമണ്ടിലേക്ക് വരുന്നുണ്ട്, ഗ്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് എവിടുന്ന് എവിടേക്കാണ് നമ്മുടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്? ഒരു മീഡിയം റെയറാണ്. തന്നിരിക്കുന്ന മീഡിയങ്ങളിൽ വെച്ച് എയർ എന്താ വാട്ടറിനെ അല്ലെങ്കിൽ ഡയമണ്ടിനെ ഗ്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ റെയറർ ടു ഡെൻസർ ആണ് നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്. ഒരെണ്ണം എയർ ആയത് കാരണം റെയറർ ടു ഡെൻസർ അല്ലേ? അപ്പോൾ നമ്മുടെ റേ എന്ത് ചെയ്യും? നമുക്കറിയാം, നോർമലിൻ്റെ അടുത്തേക്ക് വരും. ഈ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നോർമലിൻ്റെ അടുത്തേക്ക് അത് നന്നായിട്ട് വരും. അപ്പോൾ ഏത് മീഡിയത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ ആ മീഡിയത്തിൽ എന്ത് കുറവായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവായിരിക്കും. അതായത് നോർമലിൻ്റെ അടുത്തേക്ക് നല്ലോണം വരും. നമുക്കറിയാം തന്നിരിക്കുന്ന ഓപ്ഷനിൽ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇതിൽ ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? ഡയമണ്ടിന്. അവിടെ അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ ഉണ്ടാവുക? ലോ ആണ് ഉണ്ടാവുക. നന്നായിട്ട് അത് ആരുടെ അടുത്തേക്ക് വരും? നോർമലിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായത് കാരണം വാട്ടറിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഹൈ ഉണ്ടാവുക. ക്ലിയർ ആയില്ലോ? ഇത് നമുക്ക് പറയാൻ പറ്റിയത് when a light ray travels from rarer medium to denser medium the ray will deviate towards the normal. അല്ലേ? തന്നിരിക്കുന്നതിൽ വാട്ടറിനാണ് ഡെൻസിറ്റി കുറവുള്ളത്, അതുകൊണ്ട് വാട്ടറിലാണ് എന്തുണ്ടാവുക? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലുണ്ടാവുക. അത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? കേവല അപവർത്തനാങ്കം എന്നാൽ എന്ത്? നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു മാധ്യമത്തിലെ എന്താ അപവർത്തനാങ്കം? n is equal to c by v എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? n equal to c by v. n equal to c by v. എന്താ c എന്ന് പറഞ്ഞാൽ? പ്രകാശത്തിൻ്റെ വേഗത എവിടെ? ശൂന്യതയിൽ. ഇത് ആ മാധ്യമത്തിലുള്ള വേഗത. എന്താ ഇങ്ങനെ അപവർത്തനാങ്കം കണ്ടുപിടിക്കുക? ഒരു മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ പ്രവേഗം എന്തുമായി കമ്പയർ ചെയ്ത് പറയുക? താരതമ്യം ചെയ്ത് പറയുക? വായുവിലെ പ്രകാശത്തിൻ്റെ പ്രവേഗവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുക. അതിന് പറയുന്ന പേരാണ് എന്ത്? കേവല അപവർത്തനാങ്കം. n is equal to c by v അല്ലേ? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവർ? കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫ്രം ദ ഗിവൺ ഡാറ്റ അല്ലേ? ഗ്ലാസിൻ്റെ കേവല അപവർത്തനാങ്കം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സി എല്ലാത്തിലും സെയിം തന്നെയാണ്. എന്താ സി എന്ന് പറഞ്ഞാൽ? പ്രകാശത്തിൻ്റെ പ്രവേഗം ശൂന്യതയിൽ എത്രയാണോ അത് ബൈ വെലോസിറ്റി, പ്രവേഗം. ഏത് മാധ്യമത്തിലാണ് ചോദിച്ചിട്ടുള്ളത്? ഗ്ലാസ്സിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വി ജി. ഗ്ലാസ് എന്ന മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വി ജി എന്ന് എഴുതി അല്ലേ? അപ്പോൾ നോക്കൂ, സിയുടെ വാല്യൂ എത്രയും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ബൈ വി ജി. ഗ്ലാസ്സിൽ എത്ര പ്രവേഗം വരണേ? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ നോക്കൂ, 10⁸ ക്യാൻസൽ ചെയ്തു. ബാക്കി 3/2 = 1.5 യൂണിറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും സെയിം യൂണിറ്റ് ആയത് കാരണം അവർ ക്യാൻസൽ ചെയ്ത് പോയി. കേവല അപവർത്തനാങ്കത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ എൻ ജി ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേവല അപവർത്തനാങ്കം എത്രയാണ് നമുക്ക് കിട്ടി? 1.5 ആണ് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ 19th ക്വസ്റ്റ്യനിൽ ABC 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ. നെയിം 2 defects of eye that can be rectified using convex lens. A question, name 2 defects of eye that can be rectified using convex lens. Convex lens ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന 2 ന്യൂനതകളാണ്. നമുക്കറിയാം ഏതൊക്കെയാണ്? ലോങ് സൈറ്റും അതുപോലെ പ്രസ് ബയോപ്പിയ. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി, അതുപോലെ പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ വെള്ളെഴുത്ത്. ഈ 2 ന്യൂനതകളും നമുക്ക് എങ്ങനെ പരിഹരിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദീസ് ഡിഫക്ട്സ്? ഈ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിക്കുള്ള കാരണങ്ങൾ? എന്തൊക്കെയാണ്? 2 കാരണങ്ങളാണ്. ലെൻസിൻ്റെ പവറിൽ എന്തോ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ നേത്രഗോളത്തിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നത് കാരണമാണ് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടി ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ദീർഘദൃഷ്ടി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. എങ്ങനെ ദീർഘദൃഷ്ടി ഉണ്ടാവുന്നത്? നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറയുന്നു അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറയുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? സൈസ് ഓഫ് ദ ഐബോൾ എന്ത് ചെയ്യുക? കുറയുക, ലെസ്. അല്ലെങ്കിൽ പവർ എന്ത് ചെയ്യുക? ലെൻസിൻ്റെ പവർ കുറയുക. 2 കാരണങ്ങളാണ് ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക്. അതേപോലെ നെക്സ്റ്റ് ഡിഫക്റ്റ് ഏതായിരുന്നു? പ്രസ് ബയോപ്പിയ. എന്താ പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ? വെള്ളെഴുത്ത്. എന്താ വെള്ളെഴുത്ത്?
പ്രായമായവരിൽ കാണുന്ന ഒരു നേത്രരോഗമാണ് എന്ത് വെള്ളെഴുത്ത് എന്ന് പറയുന്നത് അല്ലേ. അവരുടെ നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് അവർക്ക് അവരുടെ സീലിയറി മസിൽസിന് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള കഴിവ് കുറയും. പവർ ഓഫ് അക്കോമഡേഷൻ സമഞ്ജനക്ഷമത കുറയും. അതിൻ്റെ ഫലമായിട്ട് പ്രായമായവരിൽ ഉണ്ടാകുന്ന ഒരു ന്യൂനതയാണ് എന്ത് വെള്ളെഴുത്ത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദീസ് ഡിഫക്ട്സ് ആർ റെക്ടിഫൈഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. എങ്ങനെ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ന്യൂനതകൾ പരിഹരിക്കാം? എങ്ങനെ? നമുക്കറിയാം റെറ്റിനയിലായിരിക്കണം എല്ലായ്പ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇമേജ് ഫോം ചെയ്യേണ്ടത് അല്ലേ. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് വഴി റെറ്റിനയിൽ ബാക്കിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ എവിടെ പതിപ്പിക്കാൻ പറ്റും? റെറ്റിനയിൽ പതിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയില്ല? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യിപ്പിക്കാം. റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമുക്ക് അത് ക്യൂർ ചെയ്യാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഹൈപ്പർ മെട്രോപ്പിയ അതുപോലെ പ്രസ് ബയോപ്പിയ ക്യൂർ ചെയ്യാൻ സാധിക്കും, റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സിമ്പിളായിരുന്നു. ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു.